പ്ലാനിങ് ഒക്കെ ഉള്ള പ്ലാൻ ഞാനായിരിക്കും പെടുന്നത് ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ ഓരോ ദിവസം ഓരോ സർപ്രൈസ് ഉണ്ടായിരുന്നു. അല്ല, ദുബായിൽ എത്തിയപ്പോ നമ്മൾ അവിടുത്തെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിച്ചു, കേക്ക് കട്ട് ചെയ്തു. ടെറസിന്റെ മണ്ടേ കൊണ്ടുവന്നത് അല്ല, എവിടെയോ കുക്കിച്ചേട്ടൻ ഇരുന്ന് വർത്താനം പറയുമ്പോ ബാക്കിലേക്ക് വന്നാണ് ഒരു വീഡിയോ ഞാൻ കണ്ടത്. അല്ലെ, ഏറ്റവും വലിയ പണി കൊടുത്തത് ഞങ്ങള് നാട്ടില് കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോ ഞാൻ പിള്ളേരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 8ന് ഇവന് സർപ്രൈസ് കൊടുത്താൽ അത് കൊളാവുന്ന എനിക്ക്, കാരണം ഇവൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുമല്ലോ. അപ്പം ഡിഫറെന്റ് ആക്കാൻ ഞാൻ പിള്ളേരെ സെറ്റ് ചെയ്തു. പിള്ളേര് മറ്റേ പൂമാലയും ഇതുപോലത്തെ ഒരു മകനെ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ എയർപോർട്ടിൽ ഞാൻ പെട്ടെന്ന് സ്വാമിമാർ അങ്ങനെ ആരെങ്കിലും വരണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടത്തെ ഇങ്ങനെയൊക്കെ വെച്ച് കുറച്ച് പേര് നിക്കണം വിചാരിച്ചു. ഇപ്പൊ ട്രെൻഡൊക്കെ മാറി, സ്വാമിമാര് ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നത്. ബിഗ് ബോസ് ആരെങ്കിലും വരുന്നുണ്ടോ? ആരുടെ ഫോട്ടോ പിടിച്ച് വെച്ചേക്കണവിടെ? എന്നിട്ട് പറഞ്ഞപ്പോ എന്റെ ഫോട്ടോ അല്ലേ? അതും അവര് മാക്സി മറ്റേ മുല്ലപ്പൂട്ട് തോർത്തിട്ട് പൂജാരി പോലെ എയർപോർട്ടിൽ ആകെ ബഹളം വെക്കുക. ഞങ്ങളങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോ മറ്റേ ചേച്ചി എന്താ പറഞ്ഞത്, ഇവിടെ നിക്കാൻ പറ്റില്ല, ബ്ലോക്ക് ആക്കാം. ഇല്ലേ ചേച്ചി പോവാ, നിക്കണില്ല, ഇരിക്കാലോ എന്നൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ വരവ്? മറക്കാൻ പറ്റില്ലത്.